വീഡിയോ ആണ്. ബാക്കി എന്തൊക്കെയാണെന്നുള്ള വഴിയിൽ നിന്ന് ഞാൻ ഓരോ കാര്യങ്ങളൊക്കെ ഞാൻ പുറകെ പറയാം കേട്ടോ. അപ്പോൾ ഞാനും ബേബിയാണ് പോകുന്നത്. അപ്പോൾ ബേബി ഇവിടെ ഉണ്ട്. പിന്നെ ഹായ് പറ. സെറ്റല്ലേ? പോവല്ലേ? അപ്പോൾ ഞങ്ങൾ രണ്ടാളും സെറ്റാണ്, ഓക്കെയാണ്. അപ്പോൾ അവിടെ എയർപോർട്ട് എത്താനായിട്ടുണ്ട്. അപ്പോൾ അവിടെ ഇറങ്ങിയിട്ട് ബാക്കി. ഇവിടെ നല്ല തിരക്കാണ്. ഞങ്ങൾ ഉള്ളിലേക്ക് കയറി. ഇവിടെ നല്ല തിരക്കാണ്. കാലിക്കറ്റിലേക്കുള്ള ലൈനാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അടിപൊളി തിരക്കാണ്. ഇതൊക്കെ കഴിഞ്ഞ് എന്താണാവോ ഫ്രീ ആവുക. കുഞ്ഞനെ വലിയ ഹാപ്പിയാണ്. കുഞ്ഞനെ വലിയ ഹാപ്പിയാണ് നാട്ടിൽ പോകാൻ. ഇനി ഈ ലൈനൊക്കെ താണ്ടി എത്തിയാൽ മതി അപ്പുറത്ത്. ഓക്കെ ഓക്കെ. അങ്ങനെ ഗൈസ്, ബോർഡിംഗ് പാസ്, ഇമിഗ്രേഷൻ എല്ലാ സംഭവവും കഴിഞ്ഞ് ഇപ്പോൾ ഞങ്ങൾ ഗേറ്റിൻ്റെ അങ്ങോട്ട് പോവുകയാണ്. ഫ്ലൈറ്റ് ആയിട്ടൊന്നുമില്ല, ഇനിയും ഉണ്ട്. 1.5 മണിക്കൂർ കൂടി ഉണ്ട്. ഇപ്പോൾ ഏതായാലും ടൈം 2 ആയി. അതിനൊരു 3:45 3:15 ഗേറ്റ് ഓപ്പൺ ചെയ്യുക. അപ്പം ഏതായാലും എല്ലാം കഴിഞ്ഞു. ഇനിയിപ്പോൾ ഞങ്ങൾക്ക് കുറച്ച് നേരം റെസ്റ്റ്. ബേബി ഇത് അവിടെ ഉണ്ട്. ഇനിയിപ്പോൾ മെട്രോ ലൈനിൽ പോകണം. അപ്പോൾ എല്ലാം കഴിഞ്ഞതാ. ഞങ്ങൾ ഇനിയിൽ കയറട്ടെ. സൂപ്പർ. വാ, നമ്മൾ അങ്ങോട്ടല്ല, ഇങ്ങോട്ടാ. നമ്മൾ ഇങ്ങോട്ടാ. വാ, നമ്മൾ ഇങ്ങോട്ടാ. ഇതിലേ അങ്ങോട്ടല്ലേ, ഇങ്ങോട്ട്. ഇതിലേ വാ. വാ വാ വാ. കമോൺ. അങ്ങനേതായാലും ഗൈസ് മെട്രോ ലൈനൊക്കെ കയറി ഞങ്ങളിത് എവിടെ ഇറങ്ങിയിട്ടുണ്ട്. ഇനി ഗേറ്റ്സ് D1 to D32 ഇതുണ്ടോ ഇവിടെ അങ്ങനെ കൊടുത്തിട്ടുണ്ട്. ഇനിയിപ്പോൾ ഇതിലിങ്ങനെ സ്ട്രെയിറ്റ് നടക്കണം. കണക്ഷൻ ഫ്ലൈറ്റൊക്കെ അങ്ങോട്ടാണ്. ABCF ഫ്ലൈറ്റിലേക്ക് നമ്മൾ സ്ട്രെയിറ്റ്. അങ്ങനെ ഒട്ടുമിക്ക എല്ലാ ചൊറയും കഴിഞ്ഞ് ഈ ബോർഡിംഗ് പാസിൻ്റെ അവിടെ, ബോർഡിംഗ് പാസ് കിട്ടുന്ന അവിടെ, ഇമിഗ്രേഷൻ അവിടെയൊക്കെ അങ്ങനെ ടക്ക് 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 ഭയങ്കര തിരക്കും ഭയങ്കര ഇതായിരുന്നു കേട്ടോ. ഏതായാലും നൗ ഐ എം ഫ്രീ, ടോട്ടലി ഫ്രീ. ഇനിയിപ്പോൾ അനൗൺസ്മെൻറ്റും കാര്യമൊക്കെ വരാനനുസരിച്ചിട്ട് ഇതാക്കിയാൽ മതി. ഇനിയിപ്പോൾ ഇങ്ങനെ ചിൽ മോഡാക്കിയിട്ട് ഞങ്ങളിങ്ങനെ നടക്കും. അല്ലേ ബേബി? നമ്മളിങ്ങനെ ചില്ലടിച്ച് നടക്കും അല്ലേ? ചില്ലടിച്ച് നടക്കും. ഇവിടെയൊക്കെ ഫുൾ കുറേ ഷോപ്സും കാര്യമൊക്കെ ഉണ്ട്. പെർഫ്യൂം അത് ഇത്. പക്ഷെ നമുക്കൊന്നും വാങ്ങാൻ പറ്റില്ല. അല്ല, വാങ്ങാൻ വേണ്ടിയിട്ടാണ് കേട്ടോ ഇവിടെ. പക്ഷേ നമ്മളതിൽ വാങ്ങുന്നൊന്നുമില്ല. ഇറ്റ്സ് വെരി എക്സ്പെൻസീവ്. അങ്ങനെ ഏതായാലും അങ്ങനെയൊക്കെയാണ്. അപ്പോൾ ഇനി ഒരു വെയിറ്റിംഗ് ഏരിയ ഇരിക്കാൻ പറ്റിയ ഒരു സ്പേസ് കണ്ടുപിടിക്കണം. എന്നിട്ട് ബാക്കി വിശേഷങ്ങൾ പറയാം ഗൈസ്. നാട്ടൊക്കെ നല്ലൊരു ഫ്രഷ് സ്മെല്ല് ഗൈസ് ഇതിലിങ്ങനെ നടക്കുമ്പോൾ. പിന്നെ വാ, നല്ല കോഫീൻ്റെ ജ്യൂസ് അങ്ങനത്തെ സംഭവത്തിനൊക്കെ നല്ല സ്മെല്ലടിക്കും. ഇറ്റ്സ് ഗുഡ്. ഗേറ്റ് കണ്ടുപിടിക്കലാണ്. ഇവിടെ ഫസ്റ്റ് D14, ദെൻ D15, D16, D17 അപ്പുറത്ത് അവിടെ. അങ്ങനെയൊക്കെയാണ് ഗൈസ്. കുഞ്ഞിനെ ഇതിൽ നടക്കാം. ഇതില്ല? ഓക്കെ. അങ്ങനെ ഗൈസ് ഞങ്ങൾ D17 ഇൻഡിഗോ കോഴിക്കോട്
ഗേറ്റ് നമ്പർ 70 മുന്നിലെത്തിയത്. അവിടെ നിൽക്കുക. ഗേറ്റ് ഓപ്പൺ ചെയ്തിട്ടൊന്നുമില്ല. അപ്പോൾ അവിടെ ഇങ്ങനെ വെയിറ്റ് ചെയ്യാണ്. അപ്പോൾ ഇനിയിപ്പോൾ കാര്യത്തിലേക്ക് കിടക്കാം അല്ലേ. അപ്പോൾ നാട്ടിൽ പോവാം. പെട്ടെന്നല്ല, കുറച്ച് ദിവസം മുന്നേ തീരുമാനിച്ചായിരുന്നു നാട്ടിൽ പോകണമെന്നുള്ളത്. പിന്നെ കസിൻ്റെ മാരേജാണ്. അപ്പോൾ കുറച്ച് പരിപാടികളൊക്കെ ഉണ്ട്, നല്ല അടിപൊളി പരിപാടികൾ. അപ്പോൾ ഇങ്ങനെ നേരത്തെ അപ്പോൾ കുറച്ച് നേരത്തെ ഇങ്ങനെ പോവാണ് കേട്ടോ. പിന്നെ സർപ്രൈസായിട്ട് പോകുന്നത്, അതാണ് വേറൊരു സന്തോഷം എന്ന് പറയുന്നത്. വെച്ചാൽ എൻ്റെ പാരൻസിനും അറിയാം, എൻ്റെ ഉമ്മച്ചിക്കും ആയിരിക്കും അറിയാം, പിന്നെ വേറെ ആർക്കും അങ്ങനെ അറിയില്ല. അപ്പോൾ ഇനിയിപ്പം നാട്ടിലെത്തി അവരെ പാരൻസിനെയൊക്കെ ഒന്ന് കാണണം. പിന്നെ നേരെ കല്യാണ വീട്ടിലേക്ക്, എൻ്റെ ഉമ്മച്ചിൻ്റെ വീട്ടിലേക്കാണ് പോവുക. അപ്പോൾ അവിടെ എല്ലാവരും കസിൻസും എല്ലാവരും വന്നിട്ടുണ്ട്. അപ്പം അവിടെ പോയി അവരെല്ലാവരും ഒന്ന് സർപ്രൈസ് ചെയ്യിക്കണം എന്നാണ് വിചാരിക്കുന്നത്. ഇനി എന്താണെന്നൊന്നും അറിയില്ല. അപ്പോൾ അവിടെ എത്തിയാൽ അറിയാം എന്തൊക്കെയാണ് അവരുടെ എക്സ്പ്രഷൻ, എന്താ പറയുക. പക്ഷെ ഇങ്ങനെ വിളിക്കുമ്പോഴേ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു. കസിൻസ് ആണെങ്കിലും ഉമ്മച്ചിൻ്റെ അനിയത്തി മാമി ആണെങ്കിലും ഒക്കെ ഇങ്ങനെ പറയുന്നുണ്ടായിരുന്നു, എപ്പോഴാണ് ഇനി വരിക, ചിലപ്പോൾ ഇനി സർപ്രൈസ് ആയിട്ട് ആയിരിക്കില്ലേ എന്നൊക്കെ പറയുന്നുണ്ടായിരുന്നു. അവരിപ്പോഴേ പറയുന്നുണ്ട് സർപ്രൈസ് ആയിട്ട് ആയിരിക്കില്ലേ എന്നൊക്കെ. ഏതായാലും നമുക്ക് വെയിറ്റ് ആൻഡ് സീ എന്താവും എന്നൊക്കെ. ഏതായാലും ഇവിടെ ഇപ്പോൾ ഏതായാലും വെയിറ്റിംഗ് ആണ്. ഇനിയിപ്പോൾ ഫ്ലൈറ്റ് കയറി ഇനി മോളൊന്ന് ഉറങ്ങിയാൽ എനിക്കും കുറച്ച് നേരം ഒന്ന് മയങ്ങാം. പിന്നെ കുറച്ച് മോർണിംഗ് ഒക്കെ ആകുമ്പോഴത്തേക്ക് അവിടെ എത്തുമല്ലോ ഇൻഷാ അള്ളാ. ഒരു ഫ്ലൈറ്റ് 3:15 ആണ്. പിന്നെ അവിടെ ഇറങ്ങുക ഒരു 9-10 ഒക്കെ ആകുമ്പോഴാണ് അവിടെ ലാൻഡ് ചെയ്യുക. അത്രയൊക്കെയാണ് വിശേഷങ്ങൾ വരുന്നത്. ഇൻഷാ അള്ളാ ഞാൻ പോകെ എല്ലാം പറയുകയും എല്ലാ വിശേഷങ്ങളൊക്കെ കാണിച്ചു തരുന്നുണ്ട്. ഓക്കെ, അങ്ങനെ ഗൈസ് ഗേറ്റൊക്കെ ഓപ്പണായി. ഇനിയിപ്പോൾ അകത്തോട്ട് കയറട്ടെ ഫ്ലൈറ്റിലേക്ക്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫ്ലൈറ്റിൽ കയറാൻ പോവാണ് ഇൻഷാ അള്ളാ. ഇവിടെ നല്ല തിരക്കാണ്, ലൈനൊക്കെയാണ്. അങ്ങനെ ഗൈസ് ഞങ്ങൾ ഫ്ലൈറ്റിലൊക്കെ കയറി സെറ്റായിട്ടോ. ഞങ്ങൾ നേരെ മോളാണെങ്കിൽ ബുക്കൊക്കെ നോക്കി അങ്ങനെ അതൊക്കെ കഴിഞ്ഞ് കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് പിന്നെ ഫ്ലൈറ്റ് എടുക്കാൻ കുറച്ച് എനിക്ക് തോന്നുന്നു. പിന്നെ 30 മിനിറ്റ്സിൻ്റെ അടുത്ത് കുറച്ച് നേരം ഉറങ്ങി. അപ്പോൾ ലാൻഡ് ചെയ്യുമ്പോഴത്തേക്ക് നോക്കിയപ്പോൾ നല്ല 30 ഒക്കെ കഴിഞ്ഞിട്ടുണ്ടായിരുന്നു. ക്ലൈമറ്റ് മീൻസ് നമ്മളിങ്ങനെ ലാൻഡിങ് നേരം വെളുത്തിട്ട് നല്ല അടിപൊളി ഒരു സീൻ പറയുന്നത്. ഭയങ്കര നല്ലൊരു മൈൻഡ് ഉള്ളൊരു ഫ്രഷ് ആയ പോലെ തോന്നി. അങ്ങനത്തെ വിസൊക്കെ കണ്ടപ്പോൾ മോളെൻ്റെ മടി കിടന്നുറങ്ങി. എനിക്ക് ഉറക്കൊന്നും വന്നിട്ടില്ല. അപ്പോൾ ഞാനിതിങ്ങനെ ഓരോ പുറത്തേക്ക് നോക്കി കാഴ്ചകളൊക്കെ കണ്ടിങ്ങനെ നിർത്തി. അങ്ങനെ ഏകദേശം ഒരു 9:30 കഴിഞ്ഞപ്പോൾ അങ്ങനെ കാലിക്കറ്റ് എയർപോർട്ടിൽ അൽഹംദുലില്ലാ ലാൻഡ് ചെയ്തു. നാട്ടിലിറങ്ങി മാഷാ അല്ലാഹ്, കുഴപ്പമൊന്നുമില്ല. അപ്പോൾ ലഗേജിന് വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യാണ്. ലഗേജ് വന്നിട്ടില്ല. കുറച്ച് നേരം മുകളിൽ ലൈനിലൊക്കെ നിൽക്കേണ്ടി വന്നു. കസ്റ്റംസിൻ്റെ അവിടെയൊക്കെ ആയിട്ട് നല്ല തിരക്കുണ്ടായിരുന്നു കേട്ടോ. പിന്നെ അവർ പിന്നെ മുന്നിലേക്ക് ഇങ്ങനെ കയറ്റി വിട്ടു. ഏതായാലും കുഴപ്പമൊന്നുമില്ല. ഇനിയിപ്പം ലഗേജ് വരണം. പുറത്ത് ഉമ്മച്ചിൻ്റെ അവിടേക്ക് വെയിറ്റ് ചെയ്യുന്നുണ്ട്. അവർ വന്നിട്ടുണ്ട്, ഞാൻ വിളിച്ചിട്ടുണ്ടായിരുന്നു. കുഴപ്പമൊന്നുമില്ല. അപ്പോൾ എൻ്റെ ഒരു ട്രോളി കിട്ടണം. നോക്കട്ടെ ഗൈസ്, തരിക. അപ്പോൾ അങ്ങനെ ഗൈസ് ഞങ്ങളെ പുറത്തുണ്ട് അല്ലേ കുഞ്ഞാനെ? നമ്മളെ പുറത്തില്ലേ? പുറത്തില്ലേ? അതാ അവിടെ ഉണ്ട്. വേഗം നടക്ക്. ഞങ്ങൾ ഇവിടുന്ന് ഉള്ളിൽ നിന്ന് പുറത്തേക്ക് കണ്ട് ഉമ്മച്ചിയും ഡാഡിയും ഇവിടെ പുറത്ത് നിൽക്കുന്നുണ്ട്. ഇതിലെ ബാ 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 ഇതിലെ വാ. സാവിടെ ചോദിച്ചോക്കെ
ഗോ. എന്നാ പെട്ടി പിടിച്ചോളൂ പോകാം. ഹൈ ഞങ്ങള് വന്ന ഐശ്വര്യാണല്ലോ. മഴ പെയ്യുന്നുണ്ട്, മഴ പെയ്യുന്നു ഗൈസ്. ഞങ്ങളും കൊണ്ട് ഇറങ്ങിയപ്പോ നിജുവിനെ കൊണ്ടുവന്നില്ല അല്ലേ ഗൈസ്? ഇവിടെ നല്ല മഴയാണ് ഗൈസ്. ആഹാ, ആ 50 ഡിഗ്രി ചൂടുന്ന് ഇവിടെ വന്നിട്ട് എന്താ സുഖം. എന്താ വെച്ച് ഞങ്ങളെ കണ്ടിട്ട് പറയാനുള്ളത്? ഞങ്ങളെ സായ പാപ്പ എവിടെ? പാപ്പ കാറെടുക്കാണ്ട്. പാപ്പ കാറെടുത്തിട്ടുണ്ട്. അങ്ങനെ ഗൈസ് ചായ കുടിക്കാനായി ഞങ്ങൾ ചന്ദ്രേട്ടൻ്റെ ചായക്കടയിലെത്തി. നല്ല പീസ്ഫുൾ ആയിട്ടുള്ളൊരു ഏരിയ കേട്ടോ, എനിക്ക് നല്ല ഇഷ്ടമായി. അതേപോലെ ഞങ്ങൾ പുഴുക്കും പത്തിരിയും അയിലയും അവലിയും ഒക്കെ കഴിച്ച് ഞങ്ങളങ്ങനെ അവിടെ വീട്ടിൽ പെട്ടെന്ന് ഇറങ്ങി. അമേസിംഗ് അമേസിംഗ്. നമ്മൾ പ്രതീക്ഷിക്കാത്തൊരു ഒരു രംഗപ്രവേശനം. കിട്ടണോ എല്ലാവരും? മിൽച്ചക്കരയുടെ സർപ്രൈസ് ആയോടി? നാല് വിചാരിച്ചില്ല ചെറിയാവാ ചെറിയാവേ ക്ഷമീന്ദ്രൻ ഞങ്ങൾ നേരത്തെ വഴി പോകുമ്പോഴേ കണ്ട്. ഇതിന്റെ പർച്ചേസിങ് കഴിഞ്ഞോ? ഇവിടെ കൊറേ ആൾക്കാർ ഇരിക്കുന്നുണ്ട്. അവരൊക്കെ എടുത്തത്. വഅലൈക്കും അസ്സലാം. എന്താ വർത്താനോ? വിട്ടിച്ചോളൂ. നിഷാദ് മോമൻ അതെടുത്തെടുത്ത് എടുക്കാൻ തിരക്കാം. ഹായ് ഗായ്സ്, അങ്ങനെ സർപ്രൈസിങ് ഒക്കെ കഴിഞ്ഞ് ഇപ്പോൾ ഈവനിങ് ആയപ്പോൾ ഞങ്ങൾ ബ്രൈറ്റ് ടു ബീന് വേണ്ടിയിട്ട് ഇപ്പോൾ പുറത്തേക്ക് ഇറങ്ങുകയാണ്. ഞങ്ങൾ മാറ്റിയിട്ട് ഇത് ഷാബാബിയാണ്. ഷാബാബിൻ്റെ അമ്മിക്കുട്ടിയാണുള്ളത്. ഇതെൻ്റെ മെച്ചി, ഇത് മോനി. കുഞ്ചക്കർ ഉണ്ടായിരുന്ന കേസ് ഇവിടെ എൻ്റെ കസിന്. അവൾ മുങ്ങി. ഇത് ഐശ്വര്യ, ഇത് ഐശ്വര്യാണ് ഗൈസ്. ഐശ്വര്യ ചിരിച്ചേ, ഐശ്വര്യ ചിരിച്ചേ. ഏതാ ഫിഗർ നോക്ക് ഗൈസ്, അടിപൊളി ഫിഗർ. എവിടെ വാ കുഞ്ചക്കറി, വാ കുഞ്ചക്കറി, വാ മിന്നു വാ. ഇതെന്റെ കസിൻ, ഇതെന്റെ കസിൻ മിന്നു.
ഇത് കുഞ്ഞിച്ചക്കര. ഹായ്. ഇനി കുറെ ആൾക്കാരുണ്ട്, അവരൊക്കെ മാറ്റിക്കൊണ്ടിരിക്കുകയാണ്. അവർ കുറെ നേരമായി വിളിക്കുന്നത്. പുറത്ത് ലൈറ്റ് പോകും, വേഗം ഫോട്ടോ എടുക്കുക, വേഗം വാന്ന് പറഞ്ഞിട്ട്. അവരിപ്പോ വരുന്ന് വിചാരിക്കുക ഗൈസ്. അപ്പൊ അവരെല്ലാരും ഒന്ന് വരട്ടെ. ഇത് ഐഫമോൾ. അപ്പൊ അവരെല്ലാരും ഏതായാലും വരട്ടെ, എന്നിട്ട് ഞാൻ വ്ളോഗ് കണ്ടിന്യൂ ചെയ്യാം. ഓക്കെ. ഇതാണ് ഗൈസ് ആയിച്ചു, ഇത് ദിനൂസ്, ഇത് ഫെബി, ഇത് ഷബാബിന്റെ മക്കളാണ്, പിന്നെ അമ്പിയും. ഇത് ഞങ്ങളെ വേറെ ആഴ്ചക്കുട്ടിയാണ്. പിന്നെ ഞങ്ങൾക്ക് ഇവിടെ സൈനമാവിൻ്റെതാ, സൈനമാവി. ഇത് ഞങ്ങളെ സൈനമാവി. സൈനമാവിന്റെ ഒരു മോളുണ്ടായിരുന്നു, അവിടെ പോയി. അവക്ക് ഭയങ്കര ചമ്മല് ഗൈസ്. എടി ഒരു ഹായ് പറഞ്ഞോ. അത്രേ ഉള്ളു. ഞങ്ങളെ മണവാട്ടി ഇവിടെ മാറ്റുന്നുണ്ട്. അങ്ങനെ കാട്ടൂല, ജസ്റ്റ് ഞാനൊന്ന് കറങ്ങാം. ഏതായാലും ഓള് മാറ്റട്ടെ ഗൈസ്, നമുക്ക് പുറത്തു പോവാം. കമോൺ, എല്ലാരും വരും ഗൈസ്. ഇതാണ് സൈനമാമിന്റെ മോൻ. ഹായ് പറഞ്ഞു. ഹായ് ഗൈസ്. ഇവിടെ മാമന്റെ വീടിന്റെ ഇവിടെ ഫ്രണ്ടിൽ ഇങ്ങനെ ചെറിയ ഇങ്ങനെ തോടല്ല സംഭവം. നല്ല വെയിലാവുമ്പോൾ ഇവിടെ നോർമൽ ഉണ്ടാവും, പക്ഷെ ഇങ്ങനെ മഴ പെയ്യുന്ന ടൈമിൽ ഇങ്ങനെ വെള്ളം ഉണ്ടാവും. നല്ല രസം, അടിപൊളിയാണ് ഗൈസ്. ഇവിടെ അവിടുത്തെ കളിക്കാനൊക്കെ എല്ലാവരും ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് അങ്ങോട്ട് നീങ്ങിയിട്ടുണ്ട്. അപ്പോൾ അങ്ങോട്ട് പോയേക്കാം. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഫോട്ടോ എടുക്കാൻ വേണ്ടിയിട്ട് ഞങ്ങളിവിടെ അടുത്തുള്ള വീട്ടിലാട്ടോ വന്നത്. ഇവിടെയൊക്കെ ഭയങ്കര തിരക്കാണ്. ഇവരുടെയൊക്കെ എപ്പോഴാണാവോ തീര. അമ്പി ഇവിടെ ഒറ്റക്കായി പോയത്. അമ്പിയേ, അമ്പി അങ്ങോട്ട് പോണ്ടട്ടോ. ദ്വാബി നീ എങ്ങോട്ടാ പോകുന്നേ? ദ്വാബി വേണ്ടവരൊക്കെ വന്നോളി. ഐഫോൺ